ഇന്ത്യൻ 2020 ടീമിലേക്ക് യുവതാരങ്ങളുടെ ഒരു വൻ നിര തന്നെ ഇരച്ചു കയറുന്ന സാഹചര്യത്തിൽ മലയാളി താരം സഞ്ജു സാംസനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന പര്യടനങ്ങൾ അങ്ങേയറ്റം നിർണായകമാണ്. ടീമിൽ നിലനിൽക്കുന്ന കടുത്ത മത്സരവും സമ്മർദ്ദവും അതിജീവിക്കണമെങ്കിൽ സഞ്ജു സാംസന് ഇനി ഒന്നു മാത്രമാണ് ചെയ്യാനുള്ളത്. കിട്ടുന്ന അവസരത്തിലെല്ലാം മികച്ച പ്രകടനം നടത്തുക. ഇംഗ്ലണ്ട്, അയർലൻഡ് രാജ്യങ്ങളിൽ നടക്കുന്ന T20 ടീമിലും ഏഷ്യൻ ഗെയിംസ് സ്ക്വാഡിലും സഞ്ജു സാംസൺ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും പ്ലേയിങ് ലെവലിൽ സ്ഥിര സാന്നിധ്യമാകാൻ അദ്ദേഹത്തിന് കടുത്ത പോരാട്ടം തന്നെ കാഴ്ചവെക്കേണ്ടതായി വരും. ഗില്ലിനെ തൽക്കാലം 2020 ടീമിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും ഓപ്പണിങ്ങിലും ആദ്യ 4 സ്ഥാനങ്ങളിലും വൻ മത്സരമാണ് നടക്കുന്നത്. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ എന്നിവർക്കൊപ്പം ഓറഞ്ച് ക്യാപ്പ് നേടിയ വൈഭവ് സൂര്യവംശി കൂടി എത്തുന്നതോടെ ടോപ്പ് ഓർഡറിൽ സഞ്ജു സാംസന് സ്ഥാനമുറപ്പിക്കുക ഒട്ടും എളുപ്പമുള്ള കാര്യമാകില്ല. ടീമിൽ സഞ്ജുവിനെ കൂടാതെ കീപ്പറായി ഇഷാൻ കിഷൻ കൂടിയുണ്ട്. ഇഷാൻ കിഷൻ ഇടങ്കൈയൻ ബാറ്റ്സ്മാൻ ആണെന്നതും ഓപ്പണിങ്ങിൽ ഇതിനു മുമ്പും മികവ് തെളിയിച്ചിട്ടുള്ള താരമാണെന്നുള്ളതും സഞ്ജുവിന് ശക്തമായ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. സൂര്യകുമാറിന് പകരം ശ്രേയസ് അയ്യർ പുതിയ നായകനായി എത്തുന്നതോടെ ടീമിൻ്റെ ബാറ്റിംഗ് തന്ത്രങ്ങളിലും മാറ്റങ്ങൾ വന്നേക്കാം. നായകൻ എന്ന നിലയിൽ ശ്രേയസ് അയ്യർ ഒരുപക്ഷെ 4ഓ 5ഓ നമ്പറിൽ ഇറങ്ങുമ്പോൾ സഞ്ജു സാംസന് തൻ്റെ പ്രിയപ്പെട്ട ടോപ്പ് ഓർഡർ സ്ഥാനം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇന്ത്യൻ ടീമിലെ തൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കാൻ സഞ്ജു സാംസൺ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്ഥിരതയാർന്ന പ്രകടനം. ഇടവിട്ട മത്സരങ്ങളിൽ വലിയ സ്കോർ നേടുന്ന സഞ്ജുവിൻ്റെ രീതി ഇനി അദ്ദേഹത്തിന് ഗുണം ചെയ്യില്ല. കിട്ടുന്ന എല്ലാ മത്സരങ്ങളിലും നന്നായി കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം. ഒരൊറ്റ മത്സരത്തിലെ പരാജയം പോലും പുറത്തിരിക്കാൻ കാരണമായേക്കാം. ഏത് പൊസിഷനിലും കളിക്കാനുള്ള സന്നദ്ധത. ഓപ്പണിങ്ങിലോ വൺ ഡൗണിലോ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ മിഡിൽ ഓർഡറിലോ ഫിനിഷറിലോ ഇറങ്ങി തിളങ്ങാൻ സഞ്ജു സാംസന് സാധിക്കണം. ശിവം ദുബെ, നിതീഷ് കുമാർ റെഡ്ഡി തുടങ്ങിയവർ മധ്യനിരയിലുള്ളതിനാൽ സഞ്ജുവിന് തൻ്റെ ബാറ്റിംഗ് ശൈലി സാഹചര്യത്തിനനുസരിച്ച് മാറ്റേണ്ടി വരും. വിക്കറ്റ് കീപ്പിങ്ങിലെ മികവ്. ഇഷാൻ കിഷനേക്കാൾ മികച്ച രീതിയിൽ വിക്കറ്റിന് പിന്നിൽ തിളങ്ങാൻ സഞ്ജു സാംസന് സാധിക്കണം. മികച്ച ക്യാച്ചുകളും സ്റ്റംപിങ്ങുകളും വഴി ഒരു പ്യുവർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ സഞ്ജുവിന് തൻ്റെ അനിവാര്യത ടീമിൽ തെളിയിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ 2 പരമ്പരയും. സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തുക. ഇന്ന് T20 ക്രിക്കറ്റ് മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണല്ലോ മുമ്പോട്ട് പോകുന്നത്. വൈഭവ് സൂര്യവംശിയും അഭിഷേക് ശർമ്മയും ഒക്കെ അതിശയകരമായ സ്ട്രൈക്ക് റേറ്റിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് തൻ്റെ തനതായ ആക്രമണ ശൈലിയിൽ തന്നെ കളിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യുവതാരങ്ങൾ തകർപ്പൻ ഫോമിൽ കളിക്കുന്ന ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന അയർലൻഡ്, ഇംഗ്ലണ്ട് പരമ്പരകൾ സഞ്ജു സാംസന് തൻ്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമാണ്. അതിൽ തിളങ്ങാൻ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസന് സാധിക്കട്ടെ.